ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. തിരുക്കുറളിന്റെ 101-ാമത്തെ അധികാരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മന്ദാസ് സാറിനെയും ശാന്തി മാമിനെയും. ശാന്തി മാം, സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് 101-ാമത്തെ അധികാരമാണ് നോക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം തന്നെയാണ്. അതായത് നന്ദിയിൽ സെൽവം. ഇതിനെ മുന്നേ ഉള്ള അധികാരങ്ങളിൽ ഏകദേശം നമ്മളൊരു 10-25 അധികാരത്തോളം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമ്മുടെ സമ്പത്തിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, ഓരോ മനുഷ്യരും എങ്ങനെയാണ് നന്ദിയുള്ളവരായിരിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെ സമ്പത്തുണ്ടാക്കണം എന്നുള്ളതും നേരത്തെയുള്ള അധികാരങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ആ സമ്പത്തിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം, അത് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു ഫലവും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ അധികാരം വച്ചിരിക്കുന്നത്, 101-ാമത്തെ അധികാരം. അതായത് നന്ദിയിൽ സെൽവം. வைத்தான் வாய்சான்ற பெரும் பொருள் അകതുണ്ണാൻ ചെത്താൻ ചെയ്യക്കിടന്നത് ഇൽ. അതായത് വൈത്താൻ വായിസാന്റെ പെരുമ്പൊരുൾ. ഒരാള് ഇഷ്ടംപോലെ സമ്പത്ത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അത് സ്വന്തം ആ വീട് നിറച്ചു വെച്ചിരിക്കുക. ഇനി വെക്കാൻ സ്ഥലമില്ലാത്തിടത്തോളം അവന് വേണ്ടതും 10 തലമുറയ്ക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്വത്തുക്കളുണ്ട്. സ്വത്തുക്കൾ എന്ന് പറയുമ്പോൾ എല്ലാവിധ സമ്പത്തുമുണ്ട്. എന്നാൽ അവന്റെ പിശുക്ക് കാരണം അത് ഉപയോഗപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു ഫലവുമില്ല. അത് ഉണ്ണാൻ ചെത്താൻ ചെയ്യക്കിടന്നതിൽ. അതിനെ അത്രയും സ്വത്തുക്കൾ ചേർത്ത് ചേർത്ത് വെച്ചിട്ട്, ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു കാശിന്റെ, അതായത് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും ഇല്ലാത്ത ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കണം, എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന ഒരു ശീലം കാണും. എന്നാൽ ഇഷ്ടംപോലെ സമ്പത്തുള്ളവര്, ഞാൻ എല്ലാവരെയും പറഞ്ഞിട്ടില്ല, കുറച്ചു പേരെങ്കിലും നമ്മുടെ ഇടയ്ക്കുണ്ട്, ഒരുപാട് കാശുള്ളവരാണെങ്കിൽ ഇനിയും വേണം വേണം വേണമെന്ന്. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകൾക്കും മകളുടെ മകൾക്ക്, അങ്ങനെ ഇനിയും ഒരു 10-15 തലമുറ വെറുതെ ഇരുന്നാൽ മതി കഴിക്കാനുള്ള സ്വത്തുക്കളായിരിക്കും ചേർത്ത് വെക്കുന്നത്. എന്നാൽ അവർ മറ്റുള്ളവർക്ക് ഒരു നേരത്തെ ആഹാരം പോലും വാങ്ങിച്ചു കൊടുക്കൂല. അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലുള്ളവർ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ വള്ളുവർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വൈത്താൻ വായ്സാന്റെ പെരുമ്പൊരുൾ. വൈത്താൻ വൈത്താൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. വായ്സാന്റെ പെരുമ്പൊരുൾ, അവന്റെ ഇരിപ്പിടത്തിനും അധികമായ സ്വത്തുക്കൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുണ്ണാൻ, അത് അവൻ തന്നെ അത് കഴിച്ച് മീൻസ് ഭക്ഷണം കഴിച്ചല്ല, അത് ഉപയോഗപ്രദമായി ചെലവാക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ നല്ല കാര്യങ്ങൾക്ക് ഒന്നും തന്നെ ഉപയോഗപ്പെടുത്താതെ സ്വയം ഉപയോഗിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതും ചെയ്യാതെ ചത്തുപോയെങ്കിൽ, മരിച്ചു പോവുകയാണെങ്കിൽ, ചെയ്യക്കിടന്തതിയിൽ അവന്റെ ആ സ്വത്തുക്കൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ സൊസൈറ്റിയിൽ വളരെയധികം ഒരുപാട് നമ്മൾ കണ്ടുവരുന്നത്, അച്ഛനമ്മമാർ ഇഷ്ടംപോലെ സ്വത്തുക്കൾ ചേർത്ത് വെക്കും, എന്നിട്ട് മക്കൾക്ക് അത് കൊടുക്കും. അവസാനം മക്കൾ എന്താണ് ചെയ്യുന്നത്? ഈ അച്ഛനമ്മമാരെ വെറുതെ തെരുവിൽ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇത്രയും അവര് കഷ്ടപ്പെട്ട് ഉണ്ണാതെയും ഉടുക്കാതെയും നല്ല ഡ്രസ്സ് എടുക്കാതെയും നല്ലപോലെ കഴിക്കാതെയൊക്കെ ആയിരിക്കും അവർ ഇത് ചേർത്ത് വെച്ചത്. എന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ അത് ചേർത്ത് വെച്ചിട്ട്? അതാണ് വള്ളുവർ ചോദിക്കുന്നത്. അപ്പൊ നീ എന്ത് ചെയ്യണം? അത് അടുത്ത് വരുന്ന കുറളുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ണാൻ ചെത്താൻ ചെയ്യക്കിടന്നതിൽ, അവൻ ചത്തുപോയെങ്കിൽ ഒരു പ്രയോജനവും ഇല്ലാതെ പോവും. അവൻ ഒരു ഒറ്റ കാശ് പോലും അവന് ഉപയോഗിക്കാൻ പറ്റാതെ അവസ്ഥ വരും. അത് തന്നെയാണ് മലയാളത്തിലാണെങ്കിൽ, വിത്തത്താൽ വീട് നിറച്ച് വച്ചുണ്ണാത്തോൻ ചത്തവൻ, അവൻ എന്ത് സാധ്യം. അതായത് എന്ത് തന്നെ ഉണ്ടെങ്കിലും വീട് നിറച്ച് വെച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. അയാൾ ചത്തു കഴിഞ്ഞതിന് ശേഷം അവൻ എന്ത് സാധിക്കും? അവനെ കൊണ്ട് എന്ത് സാധിക്കും?
ചത്തുപോയെങ്കിൽ പോയത് തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഇത്രയും കാശ് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് മറ്റേ കാലൻ നമ്മളെ വിളിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇത് കൊണ്ട് അവൻ എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അത് വെച്ച് കാണാൻ പറ്റും, അത്രയേ ഉള്ളൂ. ആ ഒരു കാശിന്റെ വില അറിയണമെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കണം. അത് തന്നെയാണ് ആ കാശ് കൊണ്ടുള്ള പ്രയോജനം എന്നതാണ് ഈ കുറളിൽ വള്ളുവർ പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത കുറളുകളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഈ കാലയളവിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സമ്പന്നമായ കുറളാണ് ഇന്ന് 101 അധ്യായത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്നത്. നന്റെയും ചെൽവം, വിഫല സമ്പത്ത് അല്ലെങ്കിൽ നിഷ്ഫല ധനം എന്നൊക്കെ മൊഴിമാറ്റം മലയാളത്തിലേക്ക് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ ഏറെ സമ്പത്ത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും അത് ഉപയോഗിക്കപ്പെടുന്നില്ല എങ്കിൽ മരണപ്പെട്ട ആളിന്റെ പോക്കറ്റിൽ വലിയ നോട്ട് കെട്ടിയിരിക്കുന്ന പോലെയാണ്. സമ്പത്ത് മുഴുവൻ ആർക്കും നൽകാതെ പൂഴ്ത്തിവെക്കുന്നതും ഉദാരമതിയാകാതെ ജീവിക്കുന്നതും ഏറ്റവും അപമാനകരമായ ഒരു ജന്മം നയിക്കുന്നതിന് തുല്യമാണ്. അവർ പ്രശസ്തരാകാൻ വേണ്ടിയാകാം ഒരുപക്ഷെ സമ്പത്തുണ്ടാക്കാൻ ശ്രമിക്കുന്നത്, പക്ഷെ അവർ യഥാർത്ഥത്തിൽ ദുഷ്ടരാണ്. അത്തരം മനുഷ്യരുടെ സാന്നിധ്യം ഭൂമിക്ക് ഒരു ഭാരമാണ്. ആരുടെയും സ്നേഹമില്ലാത്ത ദുഷ്ടന്മാരായ അത്തരക്കാർ അവശേഷിപ്പിക്കുന്ന പൈതൃകം എന്താണെന്ന് അവർ തന്നെ മനസ്സിലാക്കുന്നില്ല, അവർ കരുതിയിട്ടില്ല. ഒരാൾക്ക് നിരവധി കോടികൾ സമ്പാദിക്കാം, പക്ഷെ അതൊന്നും ചെലവഴിക്കുകയോ നൽകുകയോ ചെയ്യുന്നില്ലെങ്കിൽ ഉള്ളതിന് ഒരർത്ഥവുമില്ല. കുറൽ 1001 മാത്രമായി ചിന്തിക്കുമ്പോൾ വൈത്താൻ വായ് ചണ്ട പെരുമ്പൊരുൾ ദുണ്ണാൻ ചെത്താൻ ക്ഷയക്കിടന്തതിൽ വിത്തത്താൽ വീട് നിറച്ചു വച്ചുണ്ണാത്തോൻ ചത്തവൻ അവൻ എന്ത് സാധ്യം? വലിയ സമ്പത്ത് സമ്പാദിക്കുക, ഭക്ഷണത്തിന് പോലും ചെലവഴിക്കാതിരിക്കുക എന്നത് ദുരിതപൂർണമായ ഒരു കാര്യമാണ്. സമ്പത്ത് ആസ്വദിക്കാതെ മരിക്കുന്നത് ഉപയോഗശൂന്യമായ സമ്പത്താണ്. സമ്പാദിച്ച് ഭുജിക്കാതെ സംരക്ഷിച്ചു മരിപ്പവൻ ധനം കൊണ്ട് ഉപയോഗങ്ങൾ ലഭ്യമാവാത്ത നഷ്ടമാം. ഇങ്ങനെ കവി പാടി വെച്ചിട്ടുണ്ട്. ഓവർ ടു ഓമന ടീച്ചർ. Thank you, sir. Good evening to all. Tirukkural is one of the greatest masterpieces of world literature. It was written by the celebrated Tamil poet and philosopher Thiruvalur. This book consists of 1330 couplets covering all aspects of human life. Tirukkural rises above caste, creed, and nation to teach universal human values. It is one of the most widely translated non-religious works in history. This chapter, 101, Futile Wealth, focuses on the concept of useless or wasted wealth. It criticizes those who hoard money without spending it for good deeds. A person who does not enjoy or share his wealth
is like a dead person. Because of extreme greed and miserliness, this money helps absolutely no one. Whoever wants that wealth kept away from charity will eventually perish. The first couplet, 1001, amassing huge wealth, not even spending for meals, being miserly, dying without enjoying the riches is useless wealth. He who holds immense, amazing wealth, but does not even spend it for a proper meal, dies without enjoying his riches. Such wealth is completely useless. We can see King Mahabali and Shukracharya. When King Mahabali ruled the three worlds, he possessed unimaginable wealth. Lord Vishnu approached him disguised as Vamana, a poor Brahmin boy, asking for just 3 paces of land. Mahabali's guru, Shukracharya, immediately recognized Vishnu. Greedy to protect the kingdom's immense wealth, Shukracharya ordered Mahabali to break his promise and refuse the gift. However, Mahabali believed that hoarding wealth without using it for a righteous cause was utterly futile. He rejected his guru's advice and willingly gave up everything he owned. While Shukracharya is remembered for his clinging miserliness, Mahabali became immortal for his generosity. This story proves that hoarded wealth is useless and true value comes only through sharing and sacrifice. Thank you. ആയിരത്തി രണ്ടാമത്തെ കുറലാണ്. பொருளானாம் எல்லாம் என்று ஈயாது ഇവറും മരുളാനാ മാണാ പിറപ്പ്. അതായത് ഈ ലോകത്ത് സമ്പാദ്യം അല്ലെങ്കിൽ കാശ് ചേർത്ത് വയ്ക്കുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ചെലവാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കണോ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ പൊരുളാനാം എല്ലാം, ഈ കാശ് വെച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ സമ്പത്ത് കൊണ്ട് എന്തും നേടിയെടുക്കാൻ പറ്റും എന്ന ഒരു ചിന്താഗതിയുള്ള ഒരാളാണെങ്കിൽ ഈയാത് എന്ന് പറഞ്ഞാൽ, ഈതൽ എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്നാണ്. ഇവറും മരുളാനാ മാണാ പിറപ്പ്. അതായത് അവൻ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് ഒന്നും തന്നെ കൊടുക്കാതെ ഈ കാശ് ചേർത്ത് വയ്ക്കുക, ഇതിന്റെ ഒരു മയക്കത്തിൽ, മയക്കം എന്ന് പറഞ്ഞാൽ മരുളാനാം എന്ന് പറഞ്ഞാൽ മയങ്ങിക്കിടക്കുക. വെച്ചാൽ ഇത്രയും കാശ് കണ്ടിട്ട് ഈ കാശ് വെച്ച് നമുക്ക് എന്ത് സാധിക്കാൻ പറ്റും, ഈ ലോകത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് നേടാം എന്നുള്ള ഒരു സ്വഭാവം ഉള്ള ആളാണെങ്കിൽ മാണാ പിറപ്പ്, അവൻ ഈ ലോകത്ത് അവന്റെ ആ ജനനം മനുഷ്യജന്മം എന്ന് പറയില്ല, ഒരു പിശാചിന്റെ പിറപ്പ് പോലെയാണ് കരുതുന്നത്. കാരണം അവൻ മനുഷ്യനല്ല. മനുഷ്യനാണെങ്കിൽ എന്തായിരിക്കും, തനിക്ക് കിട്ടുന്നത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കണം എന്ന ഒരു ചിന്താഗതി വരും. ഇവിടെ ആ ചിന്തയേ ഇല്ല. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അവൻ മനുഷ്യജന്മമേ അല്ല. എപ്പോഴും കാശിനെ നോക്കിയിരിക്കുക, ആ കാശിനെ ചെലവാക്കാതെ, തനിക്കും ചെലവാക്കില്ല മറ്റുള്ളവർക്കും കൊടുക്കില്ല. അപ്പോൾ അത് മാത്രമാണ് അവന്റെ ചിന്താഗതി. ഇതിൽ മയങ്ങിക്കിടക്കുക എന്ന് പറയുമ്പോൾ സ്ഥലകാല ബോധമൊന്നുമില്ല, വേറെ ഒരു ചിന്തയുമില്ല. കാശ് ചേർത്ത് വെക്കുക, അത് എനിക്ക് വേണ്ടി മാത്രമായിട്ട്, എൻ്റെ കുടുംബക്കാർക്ക്, എൻ്റെ കുട്ടികൾക്ക്, ഇങ്ങനെ മാത്രം ചിന്തിക്കുന്നവൻ.
മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരു നയാ പൈസ പോലും കൊടുക്കാത്തവൻ, ഒരു ഹെൽപ്പും ചെയ്യാത്തവൻ, അതിനെയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. കാരണം ഒരു മനുഷ്യനാണെങ്കിൽ ഉറപ്പായും മറ്റുള്ളവരുടെ ഒരു സങ്കടങ്ങളിൽ പങ്കുചേരും. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കും. അതൊന്നും തന്നെ ചിന്തിക്കില്ല. അതാണ് മരുളാനാം എന്ന് പറഞ്ഞാൽ, മരുളുതൽ എന്ന് പറഞ്ഞാൽ ഒരു ഏതെങ്കിലും ഒരു ഇതിൽ തന്നെ ചിന്തിച്ചിരിക്കുക. എന്താണ്, വേറെ ഒന്നും അവന് ബോധത്തിൽ വരില്ല. അതാണ് ഈ മരുളുതൽ എന്ന് പറയുന്നത്. മയങ്ങിക്കിടക്കുക എന്നാണ്. മാണാപ്പിറപ്പ്. ഈ ലോകത്തിൽ അവൻ പിറന്നിട്ട് എന്ത് കാര്യം? അവൻ ഒരു മനുഷ്യജന്മമേ അല്ല, അവൻ ഒരു പിശാച് എന്നാണ് ഈ കുറളിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു. സാറേ ചെറുതായിട്ട് പറയണോ? ബേട്ട, ജോർജ് സാർ പറഞ്ഞോളൂ. അല്ല, ഇംഗ്ലീഷ് അല്ല, മലയാളത്തിൽ തന്നെ രമേശ് നായരുടെ ഒന്ന് വായിച്ചു പോവാം. എല്ലാം ധനം തന്നെയാണ്. എല്ലാം ധനം തന്നെയാണ്. ധനമല്ലാതെ മറ്റൊന്നും നിലനിൽക്കുന്നില്ല. ധനമുണ്ടെങ്കിൽ സകലതും നേടിയെടുക്കാം. എല്ലാറ്റിന്റെയും മേൽ ആധിപത്യം സ്ഥാപിക്കാം. മഹത്വവും സ്ഥാനമാനങ്ങളും വിലയ്ക്ക് വാങ്ങാം. പ്രതിഭയ്ക്ക് വില പറയാം. എന്നിങ്ങനെയൊക്കെ കരുതി രാവും പകലും ധനം ചേർത്ത് വയ്ക്കുകയും അന്യന്റെ ദുഃഖ പരിഹാരത്തിനോ സ്വന്തം ആവശ്യത്തിനു തന്നെയോ അതിൽ ഒരംശം പോലും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന ലുപ്തന്റെ ഗതി എന്താണ്? പൈശാചികമായ പുനർജന്മങ്ങളാണ് അവന് ഉണ്ടാവുക എന്ന് രമേശൻ നായർ പറയുന്നുണ്ട്. ഓക്കെ. Good evening to all. Tirukural Part 2, Purutpat, Wealth. Chapter 101, The Uselessness of Uncharitable Wealth. This chapter explains a strong moral warning about the futility of being a miser. Saint Tiruvallur argues that those who accumulate wealth but do not share it or use it to gain renown are a sheer burden to the earth. The inevitable loss. The Qural observes that after a miser passes away, the hoarded money is eventually taken and spent by others, while the miser takes only the negative karma with them. Qural 1002, Purulana Ellam endu Iyadu Ivarum Marulana Mana Pirapu Purul Dane Ella Menorkunna Lupden Manushar Lubdan Gediata Pepirapundam. Mixers who gather money on assumption that everything accompanying money won't get repute in their lifetime. This Qural warns against the dangers of severe mislines. It states that the miser who hoards wealth without using or sharing it will refer a miserable and degraded rebirth. The error of the miser. The miser mistakenly believes that wealth is the absolute key to all happiness and power. Blinded by this attachment, they selfishly hold on to their riches, refusing to use it to help others or even enjoy it themselves. Key takeaways. Wealth serves its true purpose only when it is shared and used for the betterment of society. Hoarding it selfishly leads to spiritual ruin. Thank you, sir. Over. 1003 കുറൾ. ஈட்டம் இவரி இசை வேண்டா ஆடவர் തോറ്റം നിലക്ക് പൊറൈ. അതായത് ഒരുപാട് സമ്പാദ്യം കൊണ്ട് എല്ലാം നേടാം എന്ന് ചിന്തിക്കുന്നവർ മറ്റുള്ളവർക്ക് കൊടുക്കുകയില്ല. അപ്പൊ
ആദ്യം പറഞ്ഞു കഴിഞ്ഞു, മനുഷ്യനെ അല്ല, ഒരു മൃഗമെന്ന് പോലും പറഞ്ഞില്ല, ഒരു പിശാചെന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്ക് മോശപ്പെട്ടവരാണ്. മൃഗങ്ങൾ പോലും തനിക്ക് ആവശ്യമുള്ളത് മാത്രമേ കഴിക്കൂ. ഇനി ആവശ്യമില്ല, മറ്റുള്ള മൃഗങ്ങൾ വന്ന് കഴിക്കുകയാണെങ്കിൽ പോലും അതൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല. പക്ഷെ മനുഷ്യൻ മാത്രമാണ് തനിക്ക് വേണമെങ്കിലും വേണ്ട എങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കൂല. അത് നശിച്ച് പോയാലും കുഴപ്പമില്ല, എൻ്റെ അയൽവാസി അതിനെ എടുത്തോണ്ട് പോവരുത് എന്ന ചിന്താഗതി മനുഷ്യന് മാത്രമേ ഉള്ളൂ, വേറെ ഒരൊറ്റ ജന്തുക്കൾക്കുമില്ല. അതുകൊണ്ടാണ് മനുഷ്യനെ അല്ല എന്ന് പറഞ്ഞത്. എന്നാൽ അടുത്തത് പറയാണ്, അതിൽ നിന്നും ഒരു സ്റ്റെപ്പ് കൂടി ഉയർന്നാണ് വള്ളുവർ പറയുന്നത്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞ് നിർത്തിയിട്ടില്ല. ഇനിയും നീ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് ചിന്താഗതി നിനക്ക് വരണം എന്ന ഒരു ഇതിലാണ് കുറച്ചും കൂടി കടുപ്പിച്ച് പറയുന്നത്. ഈട്ടം ഇവറി ഇസൈ വേണ്ട ആടവർ തോറ്റം. മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന ചിന്താഗതി ഇല്ലാതെ ഈട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെ സമ്പാദിക്കാം, അത് മാത്രം മതി, അതല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട. ആ ലോകത്ത് എനിക്ക് യാതൊരു വിധമായ പ്രശസ്തിയും ആവശ്യമില്ല. എനിക്ക് വേണ്ടത് സമ്പാദിക്കുക, അത് എനിക്ക് മാത്രം ഉപയോഗിക്കുക എന്ന ചിന്താഗതിയുള്ളവർ വേറെ യാതൊരു വിധമായ പ്രശസ്തിയും വേണ്ട. ചിലരെങ്കിലും എന്ത് ചെയ്യുന്നറിയോ, മറ്റുള്ളവർക്ക് സാധാരണ പറയുന്നത് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നാണ്. എന്നാൽ ചിലർ എന്ത് ചെയ്യും, വലത് കൈ കണ്ട് കൊടുക്കുന്നത് ഈ ലോകം മുഴുവനും അറിയിക്കും. അതിനു വേണ്ടിയിട്ട് ഇപ്പോഴാണെങ്കിൽ വളരെ കുറച്ചും കൂടി നമ്മുടെ ടെക്നോളജി വളർന്നത് കൊണ്ട് അത് ഫോട്ടോസ് എടുത്ത് അവിടെ ആയിട്ട് കട്ടൗട്ട് വയ്ക്കുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്യും. അതാണ് ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഇദ്ദേഹം പറയുന്നത്, എനിക്ക് യാതൊരു പ്രശസ്തിയും വേണ്ട, ഞാൻ ആർക്ക് കൊടുക്കുന്നില്ല. എന്ത് ചെന്ന് ചോദിച്ചാലും എന്ത് പറയും, അതൊന്നും എനിക്ക് ഒരു 100 ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുന്നവരുണ്ട്. ഇത് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന അനാഥാലയത്തിനാണെന്ന് ചോദിച്ചാൽ അവരെ ഇങ്ങോട്ട് നമ്മളെ കൊടുക്കുന്നവരെ കൂടി ഇല്ലാതാക്കുന്ന ടൈപ്പാണ്. അങ്ങനെയും ചില മനുഷ്യരുണ്ട്. അപ്പൊ അവരെ കുറിച്ചാണ് ഈ പറയുന്നത്. അവരൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതാണെങ്കിൽ അവർക്ക് യാതൊരു നന്മയും വേണ്ട, എന്തും വേണ്ട, എനിക്ക് കാശ് മാത്രം മതി, അതിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പറയുന്നതാണ്. തോറ്റം നിലക്ക് പുറൈ, അങ്ങനെയുള്ള ആടവർ എന്ന് പറഞ്ഞാൽ, സാധാരണ ആടവർ എന്ന് പറഞ്ഞാൽ തമിഴില് പുരുഷന്മാരെയാണ് കുറിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ആൾക്കാർ എന്നുള്ള മീനിങ് ആണ്. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അവരെ കാണുവാൻ മനുഷ്യനെ പോലെ ഉണ്ടെങ്കിലും നിലക്ക് പുറൈ, ഈ ഭൂമിക്ക് തന്നെ ഭാരമാണ്. കാരണം അവൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഒരു ഭൂമിക്ക് ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമാദേവി എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ക്ഷമയുള്ള ഒരു സ്ത്രീ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഭൂമി പോലും ഇവനെ ചുമക്കുന്നതിനെ ഭാരമായി കാണുന്നു. അത്രയ്ക്ക് മോശപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം അവനിൽ കിട്ടുന്ന സമ്പാദ്യം അവൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല, അതുകൊണ്ട് മാത്രം. എന്നാൽ അവൻ പ്രശസ്തി നേടാനാണെങ്കിലും കൊടുക്കുവോ, അതോ ഇല്ല. അപ്പൊ അവന് പ്രശസ്തി ഒന്നും വേണ്ട, എനിക്ക് കാശ് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന പുരുഷനാണെങ്കിൽ, പുരുഷൻ മീൻസ് പുരുഷനല്ല, ഒരാളാണെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അത് തന്നെ ഭൂമിക്ക് തന്നെ ഒരു ഭാരമാണ്. അതുകൊണ്ട് നീ മറ്റുള്ളവർക്ക് കൊടുക്ക് എന്ന ഒരു മീനിങ്ങിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഒരേ ഒരു ദൈവത്തെക്കാളും വലുതാണ് ധനം എന്ന അങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ച് എന്ത് പറയാനാണ്? അവർ ഈ ഭൂമിക്ക് ഒഴിയ ഭാരം മാത്രം. ആർത്തിയാൽ കീർത്തി വേണം, Thank you, sir. Verses 1003. Those who neglect their good reputation due to an excessive greed for wealth are nothing but a heavy burden to the earth. We can see a story in Bible, the rich fool. There was once a rich man whose land produced an abundant harvest. Instead of sharing his extra grain
with the poor, he became deeply greedy. He decided to tear down his old barns and build much bigger ones to store all his wealth for himself. He proudly told himself that he had enough goods stored away for many years, so he could simply relax, eat, drink, and be merry. He completely ignored his spiritual duties and his reputation in the community. But that very night, God said to him, "You fool, tonight your life will be taken from you. Then who will get everything you have hoarded for yourself?" He died that night, leaving behind a ruined reputation. He lived only for his greed and contributed nothing to the world, proving that a person who hoards wealth without doing good is a mere burden to the earth. Those neglect reputation due to excessive greed for wealth are burden for earth. Thank you. ஆயிரத்தி நாலாமത്തെ குறள். எச்சம் என்று என் எண்ணும் கொலோ ஒருவரால் നച്ചപ്പെടാதവൻ. ഒരുവരാൻ നച്ചപ്പെടാതവൻ. നച്ചുതൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ അവരോടുള്ള ഒരു എന്താണ് സ്നേഹം. ഒരു മനുഷ്യൻ ഒരുവരാൻ നച്ചപ്പെടാതവൻ എന്ന് പറഞ്ഞാൽ ഒരാളും ഇഷ്ടപ്പെടാതെ ഒരു മനുഷ്യനാണെങ്കിൽ എന്തുകൊണ്ടാണ് അവനെ ഇഷ്ടപ്പെടാത്തത്? ഇവൻ ആർക്കും ഒന്നും കൊടുക്കത്തില്ല. അപ്പൊ നമുക്കറിയാം, എപ്പോഴും ഈ ഒരു എന്താണ് ദാനമോ അല്ലെങ്കിൽ ഒന്നും തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിനെ എപ്പോഴും എന്തായിരിക്കും പറയുന്നത്? കഞ്ചൂസ് അല്ലെങ്കിൽ പിശുക്കൻ, ഇങ്ങനെ പലതും പറയും. അപ്പൊ അങ്ങനെയുള്ള ആളെ വെറുതെ കാണുമ്പോൾ പോലും അയ്യോ ഇവന്റെ അടുത്ത് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നായിരിക്കും. പിന്നെ ആരും അവരെ ഇഷ്ടപ്പെടുകയില്ല. എന്നാൽ അദ്ദേഹം ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ മറ്റുള്ളവർ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മാത്രം എന്തായിരിക്കും അദ്ദേഹം ഈ ലോകത്ത് ഇട്ടിട്ട് പോവുക? ഇപ്പൊ നമ്മളിപ്പോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത്, നമ്മളെപ്പോഴും ഈ എന്താണ് നമുക്കൊരു എന്താണ് കൾച്ചർ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്തായിരിക്കും, ചത്ത ആള് നല്ലവനല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ, ഒരു സഭയിൽ വെച്ച് പറയുമ്പോൾ നല്ല വാക്കുകൾ മാത്രമേ പറയൂ. എന്നാൽ മാറി നിന്ന് പറയും, ഇവൻ ഇങ്ങനത്തെ ചാവ് തന്നെ വേണം, കാരണം അവൻ ഇരിക്കുന്ന കാലത്ത് ഒരാൾക്കും 5 പൈസ കൊടുക്കാത്തവനാണ്. അപ്പോ അദ്ദേഹത്തിനെ ചിലപ്പോ ദഹിപ്പിക്കാനുള്ള കാശ് കാണില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ മാറി നിന്നായിരിക്കും നമ്മൾ കുറ്റം പറയുക. കുറ്റം പറയുന്നതല്ല, അത് സ്വാഭാവികമാണ്, ആരായാലും പറഞ്ഞു പോകും. അപ്പോ ഇദ്ദേഹം വിട്ടു പോകുന്നത് അദ്ദേഹത്തിന്റെ കാശ് വച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. അത് മാത്രം ഈ ലോകത്ത് വിട്ടിട്ടാണ് പോണേന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? അപ്പോ ഇദ്ദേഹം എന്താണ് കൊടുത്തിട്ട് പോകുന്നത്? അപ്പം അദ്ദേഹത്തിന്റെ മക്കൾക്ക് ചിലപ്പോൾ ആ കാശ് കൊണ്ടൊരു ഗുണം ഉണ്ടാവും. എന്നാൽ ഈ ലോകത്തുള്ളവർക്ക്, അല്ലെങ്കിൽ ഈ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോ അറിയാം, ഇന്ന് തന്നെ വള്ളുവർ എത്രയോ വർഷങ്ങളായി അദ്ദേഹത്തിന്റെ ഈ ഒരു പുസ്തകമാണ് അദ്ദേഹത്തിന് ഇന്നും ജീവിച്ചിരിക്കാൻ ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾ പറയുന്നത് വള്ളുവർ എന്ന് പറയുമ്പോൾ ഒരു സ്നേഹം, ഒരു മര്യാദയുണ്ട്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ഈ ലിറ്റററി വർക്കാണ് അയാളെ ഇന്ന് ഈ ലോകത്ത് ജീവിക്കാൻ അനുവദിക്കുന്നത്. എന്നാൽ ഈ കാശ് കൊണ്ട് മാത്രം കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരാള്, അയാൾ മരിച്ചതിന് ശേഷം അദ്ദേഹം ഈ ലോകത്തേക്ക് വിട്ടു ചെല്ലുന്നത് എന്താണ്? ഒന്നുമില്ല. അപ്പോ എന്റെ എണ്ണുങ്കൊൽ, ഇനി ഈ ലാസ്റ്റ് അയാൾ ഇതിനെ ഉപേക്ഷിച്ചു പോയാലും ഒന്നും തന്നെ ഇല്ല, അയാൾ സീറോയാണ്. അപ്പോൾ എന്തായിരിക്കണം നമ്മൾ? ചുരുക്കം പറഞ്ഞാൽ ഈ സമ്പാദ്യം കൊണ്ട് മാക്സിമം മറ്റുള്ളവർക്ക് സഹായിക്കണം എന്നുള്ളതാണ് ഈ കുറളിൽ പറയുന്നത്. ഓക്കെ, താങ്ക് ഞാൻ പറയാം. പറഞ്ഞോളൂ.
എച്ചം എന്റെ എണ്ണെണ്ണും കൊല്ലോ ഒരുവരാൽ നച്ചപ്പെടാ തവൻ ജനപ്രീതി നേടാതെ വിത്തത്തെ കാംക്ഷിപ്പോൾ അയൽ ലോകെ ചെന്നിട്ടു ചിന്തിപ്പതേതിന് പിൽക്കാലം എന്തൊന്നും നിലനിർത്തും ആരാലും അപ്രാപ്യനായുള്ളൊരുത്തൻ. ഈ കുറൽ 1004 പറയുന്നത് ഈ കുറളിൽ പ്രത്യേകിച്ചും പിശുക്കനായ ദാനം ചെയ്യാത്ത ആളിനെ പറ്റിയാണ് ഈ കുറളിൽ പറയുന്നത്. ധനം എന്ന് പറയുന്നത് കൂട്ടിവെക്കാനുള്ളതല്ല, അത് ചിലവാക്കാനും ദാനം ചെയ്യാനും ഉള്ളതാണ്. അല്പവും ദാനം ചെയ്യാത്തവൻ അടുത്ത ലോകത്തിൽ ചെല്ലുമ്പോൾ എന്താണ് കൊണ്ടുപോകുന്നത്? അവരെ പറ്റി മരണാനന്തരം ആരെങ്കിലും എന്ത് ചിന്തിക്കും? നല്ലതൊന്നും ചിന്തിക്കുകയില്ല. അയാൾക്ക് ധാരാളം ധനം ഉണ്ടായിരുന്നു, പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായില്ല കാലശേഷം. ഏതൊരാൾക്കും ഇഷ്ടപ്പെടാത്ത തരത്തിലായിരിക്കും ആ പിശുക്കനെ മറ്റുള്ളവർ കാണുന്നത്. ജീവിച്ച കാലം അയാൾ ഒന്നും ചെയ്തിട്ടില്ല, നന്മ ചെയ്തിട്ടില്ല, ദാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് മരിച്ചതിന് ശേഷവും അയാളെ പറ്റി ആരും നല്ലത് ചിന്തിക്കുകയില്ല. ദാനശീലനായ ദരിദ്രനെ ലോകം ഇഷ്ടപ്പെടും, എന്നാല് സമ്പന്നനായ പിശുക്കന് ലോകം പുച്ഛിക്കും എന്നാണ് പറയപ്പെടുന്നത്. കൊടുക്കുന്ന ആളിനെ ആരും തന്നെ വെറുക്കുകയില്ല. ഒരു ദാനം ചെയ്യാതെ അയാളെ ധനം കൊണ്ട് സ്വന്തം കുടുംബത്തിന് മാത്രം, എന്റെ മക്കള് ഞാനെന്ന ചിന്ത, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം എന്നുള്ളത്. ഞാനെന്ന ഭാവം മാത്രം, എനിക്ക് മാത്രം മതി, മറ്റുള്ളവർക്ക് ആരും അനുഭവിക്കരുത്, എനിക്ക് എത്ര കിട്ടിയാലും മതിയാവുകയില്ല. സ്വന്തം കീശ മാത്രം വേർപ്പിച്ച് അങ്ങനെ ജീവിക്കും. ഒരു പൈസ പോലും ദാനം ചെയ്യാതെ കൂട്ടി കൂട്ടി വെച്ച് അവസാനം മരിക്കുമ്പോൾ ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. അപ്പോ ആണ് മറ്റുള്ളവർ പറയുമോ അയാൾ ജീവിച്ചിരിക്കുമ്പോ ആർക്കും ഒരു നന്മയും ചെയ്യാത്തവരില്ലേ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും എന്ന് പറയും. നമ്മൾ കഴിച്ചില്ലെങ്കിലും നമ്മൾ ഉണ്ടില്ലെങ്കിലും മറ്റൊരാൾക്ക് കുറച്ചെങ്കിലും ഭക്ഷണം കൊടുക്കുക. നമ്മൾ ഉടുക്കാനുള്ള വസ്ത്രത്തിൽ കുറച്ചെങ്കിലും മറ്റുള്ളവർക്കും വസ്ത്രദാനം, അന്നദാനം, വസ്ത്രദാനം എന്നൊക്കെ പറയില്ല. അതുപോലെ ഇതെല്ലാം കുറച്ചെങ്കിലും മറ്റുള്ളവർക്കും കൊടുക്കുക. ഇല്ലാത്തവർക്ക് കൊടുക്കണം. അന്നവും ഇപ്പൊ എല്ലാവർക്കും എല്ലാം ഉണ്ട്, എന്നാലും നാം ധനം കൂട്ടിവെക്കാതെ അന്യർക്ക് ദാനം ചെയ്യണം. ചാരിറ്റബിൾ ട്രസ്റ്റ്, അവിടെ ഒന്നുമില്ലാത്തവരായിരിക്കും ഉള്ളത്. ചാരിറ്റബിൾ സൊസൈറ്റിക്കൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ ഒരു സംഭാവനയായാലും കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന് മാത്രം സൂക്ഷിച്ചു വെക്കാതെ ഇങ്ങനെ ദാനം ചെയ്യുക. ധനം എന്ന് പറയുന്നത് ദാനം ചെയ്യുക. ഹരിചന്ദ്രൻ എല്ലാം ദാനം ചെയ്തു സത്യസന്ധത തെളിയിക്കാൻ, അതെല്ലാവർക്കും അറിയാവുന്ന കഥ. ശിബി ചക്രവർത്തി, അങ്ങനെ കുറെ കഥകളൊക്കെ ഉണ്ട്, അതൊന്നും പറയുന്നില്ല. അങ്ങനെ അതുപോലെ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഭക്ഷണവും വസ്ത്രവും എങ്കിലും പിന്നെ ചെറിയ ഒരു സംഭാവനയെങ്കിലും ദാനം ചെയ്യുക. ദാനം ചെയ്യാത്ത ആളിനെ പറ്റിയാണ് ഇവിടെ തിരുക്കുറൾ പറയുന്നത്. പണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഇപ്പോഴുള്ള കാര്യം തന്നെയാണ് അന്ന് പറയുന്നത്. അന്നേ ഇതെല്ലാം ആര് കണ്ടിരുന്നു? നമ്മുടെ ഈ തിരുവള്ളുവർ കണ്ടിരുന്നു. താങ്ക് യു സർ. 1004 എച്ചം എന്റെ എണ്ണെണ്ണും കൊല്ലോ ഒരു വരാൻ നച്ചപ്പെടാതവൻ. താങ്ക് യു. Kural 1004. എച്ചമിന്റു എണ്ണം കൊല്ലോ ഒരുവരാൾ നച്ചപ്പെടാ അവൻ പിൽക്കാലം എന്തൊന്ന് നിലനിർത്തും ആരാലും അപ്രാപ്യനായുള്ളൊരുത്തൻ. What is left behind miser, who is not liked by anyone in this world after his death? Tiruvallur questions what legacy a miserly man who is not loved by anyone because he never shared his wealth could possibly hope to leave behind after he passes away. The empty-handedness, because true legacy or a reputation only stays with those who give and help others. The uncharitable man leaves nothing of value behind. Even the wealth he hoards will eventually pass into other hands or be meaningless. Thank you. Over. ആയിരത്തി 6-ാമത്തെ കുറളാണ്. ഏതം
பெரும் செல்வம் தான் துவான் தக்கார்க்கு ஒன்றி ஈதல் இயல்பிலாதான். ആയിരത്തി അതായത് അഞ്ച് ആയിരത്തി അഞ്ച് അഞ്ച് വിട്ടുപോയി. 1005 വിട്ടുപോയി. സോറി കൊടുപ്പതും തുയ്പതും എല്ലാർക്ക് അടുക്കിയ കോടി ഉണ്ടായിനും ഇൽ. അതായത് കൊടുപ്പതും തുയ്പതും ഇല്ലാർക്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുക്കുക, താൻ അത് അനുഭവിക്കുക. ഇത് രണ്ടും ഇല്ല എങ്കിൽ അടുക്കിയ കോടി ഉണ്ടായിനും ഇൽ, ഇഷ്ടംപോലെ കോടിക്കണക്കിന് കാശുണ്ടാക്കി വെച്ചിട്ടും പ്രയോജനമില്ല. കാരണം അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വരണമെന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ താൻ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇത് രണ്ടും ഇല്ല. അലമാരയ്ക്കകത്ത് അടുക്കി വെച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? കാശ് എന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രയോജനം വേണമെങ്കിൽ വെറും പേപ്പറായിട്ട് മാത്രമേ നമ്മുടെ അലമാരയ്ക്കകത്തിരിക്കൂ. പക്ഷെ അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് വിലയുണ്ട്. അതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം. നമ്മൾ എപ്പോഴും ആ കാശ് നോക്കി കെട്ടുകെട്ടായിട്ട് അടുക്കി വെക്കും, എണ്ണും വയ്ക്കും. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അത് വെറും പേപ്പറാണ്. അല്ലാതെ അത് ഒരാൾക്ക് ഒരു 500 രൂപ നോട്ടെങ്കിലും എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളിപ്പോ ഒരു 500 വളരെ ചെറുതാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് 500 രൂപ പോക്കറ്റ് മണി കൊടുക്കുന്നവരുണ്ട്. എന്നാൽ ഈ 100 രൂപ പോലും കയ്യിലില്ലാതെ പോകുന്ന കുട്ടികളുണ്ട്. ഈ 1000 രൂപ വളരെ നിസ്സാരമായി കൊണ്ട് കളയുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അത് ഈ കുട്ടികൾക്ക് അതിന്റെ മഹത്വവും അറിഞ്ഞിട്ടില്ല. അവര് കാശിന്റെ വില അറിയാത്ത പിള്ളേരാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. കുട്ടികൾ മാത്രമല്ല, വളരെ മുതിർന്നവരും അത് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെന്താണ് ചെയ്യുന്നത്? ഈ കാശ് അടുക്കി വെച്ചിട്ട് താനും അത് പ്രയോജനപ്പെടുത്തുന്നില്ല, മറ്റുള്ളവർക്കും കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എത്ര കോടി സമ്പാദിച്ചു വച്ചിട്ടും ഒരു പ്രയോജനവുമില്ല. കോടി ഉണ്ടായിനും ഇൽ, അങ്ങനെ കോടികൾ ഉണ്ടാക്കിയാലും അത് ഇല്ലാത്തതിന് സമമാണ്. ഒന്നുമില്ല, അദ്ദേഹം ബിഗ് സീറോയാണ്. ഓക്കെ, താങ്ക് യു. ജോർജ് സാറെ പറഞ്ഞോ. താങ്ക് യു സർ. കുരൽ 1005. കൊടുപ്പതും തുയ്പതും ഇല്ലാർക്കു അടുക്കിയ കോടി ഉണ്ടായിനും ഇൽ, ഏകാതെ അനുഭവിക്കാതെ വാഴ്വോരടു കീടിന കോടിയും ശൂന്യം. നോ ബെനിഫിറ്റ് ഓഫ് multiplied crores of wealth to those who do not give others and enjoy themselves. This Quran addresses the futility of hoarding wealth without charity or enjoyment. This Quran, it states that even if someone possesses immense wealth amounting to piled up crores or millions, it is practically worthless if they neither share it with the needy nor use it for their own legitimate enjoyment. The core message: wealth is not just about accumulation. Its true value lies in its utilization. A person who refuses to part with their wealth for charity or fails to enjoy its fruits is considered truly destitute and foolish, regardless of how much they possess. Thank you all. Over. 1006 കുറൾ. ஏதம் பெருஞ்செல்வம் தான் தூவான் தக்கார்க்கு ஒன்று ஈதல் இயல்பிலாதான். താൻ തൂവാൻ തക്കാർക്ക് ഒன்று ഇയൽബിലാതാൻ. അതായത് താൻ ഉപയോഗിക്കുകയുമില്ല, അത് മാത്രമല്ല അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയുമില്ല. ആർക്കാണോ അത് ആവശ്യം അവർക്ക് കൊടുക്കുകയുമില്ല.
അവന് ആവശ്യമുള്ളത് എടുക്കൂ, അതുമില്ല. അതാണ് താൻ തൂവാൻ തക്കാർക്കൊണ്ട് ഈതൽ ഇയൽബില്ലാതമാൻ. തനിക്ക് വേണ്ടതും ചെയ്യില്ല, എന്നാൽ മറ്റുള്ളവർക്ക് ഇത് ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുകയുമില്ല. അങ്ങനെയുള്ളവന്റെ കയ്യിലുള്ള ആ സെൽവം എന്ന് പറഞ്ഞാൽ കാശ്, പെരും സെൽവം ഏതും, അദ്ദേഹം ഒരുപാട് കാശ് ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിന്റെ ഈ സ്വഭാവം തന്നെ ആ കാശിന് വന്ന ഒരു അസുഖമാണ്. കാരണം നോയ് എന്ന് പറയുമ്പോൾ അതിനെ നശിപ്പിക്കാൻ, ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ ശരീരത്തിനെ നശിപ്പിക്കാൻ വരുന്നതാണ് ഈ അസുഖം. അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ അസുഖം എന്ന് പറയുന്നതും അത് ചികിത്സിക്കുന്നതും. എന്നാൽ ഈ ഇങ്ങനെ താനും അനുഭവിക്കില്ല, മറ്റുള്ളവർക്കും കൊടുക്കാതിരിക്കുന്നവന്റെ കയ്യിലിരിക്കുന്ന ആ കാശിന് വരുന്ന ഒരു അസുഖം തന്നെയാണ് എന്ത്, ഈ സ്വഭാവം. അവൻ തന്നെ അത് നശിപ്പിച്ചോളും, വേറെ ആരും നശിപ്പിക്കേണ്ട, അവൻ തന്നെ അത് നശിപ്പിച്ചോളും. അതുകൊണ്ട് ഒരു കാശ് അല്ലെങ്കിൽ അധികം സമ്പത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുക, താനും അനുഭവിക്കുക. ചിലരാണെങ്കിൽ ഈ ഇഷ്ടം പോലെ കാശുണ്ടാവും, എന്നാൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയില്ല, താൻ അത് അനുഭവിക്കാൻ മനസ്സ് വരില്ല. അപ്പൊ കൂടുതൽ ഇത് ചെലവാക്കില്ല. അവർക്ക് ചിലപ്പോ ഈ കാശ് ചെലവാക്കി കഴിഞ്ഞാൽ തനിക്ക് കിട്ടില്ല, ഇനി തിരിച്ചു കിട്ടില്ല എന്നുള്ളൊരു ബോധമാണോ എന്തോ, എന്തായാലും അത് ഈ കഞ്ചൂസ് എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ പിശുക്കന്മാര് ഒരുപാട് പിശുക്ക്, കഴിക്കുന്ന കാര്യത്തിൽ പിശുക്കായിരിക്കും, സ്വന്തം ഡ്രസ്സ് ആഭരണങ്ങളും ഇതൊക്കെ വാങ്ങുന്നതിലും പിശുക്ക് കാണിക്കും, എന്തെല്ലാം പിശുക്ക് കാണിക്കാൻ പറ്റുമോ അത്രയും കാണിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അവരുടെ ഈ സ്വഭാവം തന്നെയാണ് അവരുടെ കാശ് അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് നശിക്കാൻ പോകാനുള്ള കാരണമാകുന്നത്. ഓക്കെ, താങ്ക് യു. മിഷണറി പറയുന്നുണ്ട്, രോഗം താൻ സ്വത്തിനും താൻ ഉണ്ണാത്തോൻ തക്കോർക്കേകാനും കയ്യനങ്ങാത്തോൻ, സ്വരൂപിച്ചു കൂട്ടിയ ധനത്തിൽ നിന്ന് ചില്ലി പോലും സ്വന്തം ആവശ്യത്തിന് എടുക്കുകയില്ല, എപ്പോഴും ദാരിദ്ര്യം അനുഭവിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ അർഹതയുള്ള വ്യക്തികൾക്ക് വല്ലതും നൽകി സന്തോഷവും പുണ്യവും അനുഭവിക്കുമോ? അതുമില്ല. ദാനം എന്ന് കേട്ടാൽ കൈ അറിയാതെ മുഴുവൻ സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാറാ രോഗം തന്നെയായിരിക്കും. ആ രോഗം കൊണ്ട് തന്നെ അവരുടെ സമ്പത്ത് അകാലത്തിൽ നശിക്കുകയും ചെയ്യും. ഓവർ. സാറേ കേട്ടോ? One not enjoying riches and not giving to deserving is like the ailment affected to his wealth. Over. 1007 குறள். அற்றார்க்கு ஒன்று ஆற்றாதான் செல்வம் மிகு நலம் பெற்றால் தமிழ் മൂത്തറ്റ്. മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. തനിക്ക് എപ്പോഴും നമ്മൾ തമിഴിലൊരു ചൊല്ലുണ്ട്, തനക്ക് പിറകുതാൻ ദാനം. അതായത് തനിക്ക് ആവശ്യമുള്ളത് എടുത്തു കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കണം. എന്നാൽ വേറെയും പറയുന്നുണ്ട്, തനിക്ക് ഇല്ല എങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുക, തൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചർ തമിഴിലുണ്ട്, എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ സംഘം ലിറ്ററേച്ചർ എടുക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് മാത്രമാണല്ലോ അവർ വളരെ അവരുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമായി കരുതുന്നത്. അതുകൊണ്ട് രാത്രി അവർ വാതിൽ അടയ്ക്കുന്നതിന് മുന്നേ ഈ അടയ്ക്കാൻ പോകുന്നവർ അവസാനമായി ചോദിക്കുന്ന ഒരു ചോദ്യം, ഇരവ് ഉണവ് ഉൺക ആരേനും ഇരിക്കാറുകളാ എന്ന് ചോദിക്കും. എന്ന് വെച്ചാൽ ആരെങ്കിലും കഴിക്കാനുണ്ടോ, വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കഴിക്കാം എന്ന് പറയുന്നത്, ആർക്ക് വേണമെങ്കിലും കഴിക്കാം, അങ്ങനെ കൊടുക്കുന്നവരാണ്, ആ ശീലമുള്ളവരാണ്. എന്നാൽ ഇവിടെ ഈ അറ്റാർക്ക് ഉണ്ട്,
ആർക്കും ആരാണോ ചോദിച്ചു വരുന്നവർക്ക് പോലും ഒന്നും കൊടുക്കാത്തവൻ താനും കഴിക്കില്ല, മറ്റുള്ളവർക്കും കൊടുക്കാതിരിക്കുന്ന ആളാണെങ്കിൽ അവന്റെ കാശ് അല്ലെങ്കിൽ അവന്റെ സമ്പത്ത് എങ്ങനെയാവും? അതിനെ ഒരു ഉപമയോടുകൂടി വള്ളുവർ പറയുകയാണ്. യാ- ഒരു നല്ല സുന്ദരിയായ, എല്ലാം നിറഞ്ഞ, കാശുണ്ട്, ഭംഗിയുണ്ട്, നല്ല സുന്ദരിയാണ്, ആ, നല്ല പഠിപ്പും അറിവും എല്ലാം ഉണ്ട്. എന്നാൽ ആ ആ സ്ത്രീയുടെ, ആ കന്യകയ്ക്ക് കല്യാണം കഴിയാതെ അവര് മരിക്കുകയാണെങ്കിൽ ഇവരുടെ ഈ സൗന്ദര്യം ഇതെല്ലാം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നാണ് വള്ളുവർ ചോദിക്കുന്നത്. അതുപോലെയാകും ഈ മറ്റുള്ളവർക്ക് കൊടുക്കാതെ താൻ മാത്രം വെച്ചുകൊണ്ടിരിക്കുന്നവന്റെ സമ്പത്ത്. എങ്ങനെയാണോ ഒരു കന്യകയായി തന്നെ മരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സൗന്ദര്യം, അവരുടെ എന്താണ് അറിവ്, സമ്പത്ത് ഇതെല്ലാം തന്നെ ഒരു വിവാഹം എന്ന് പറയുന്ന ഒന്നിലൂടെ മാത്രമേ സാഫല്യമാകൂ എന്നാണല്ലോ പറയുന്നത്. ഇന്നത്തെ കാലത്ത് അത് ശരിയാണോ എന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. എന്നാൽ വള്ളുവർ പറയുന്നത് ഈ ഒരു സ്ത്രീ പൂർണ്ണമാകുന്നത് അവർ വിവാഹിതയായി ഒരു കുട്ടി ജനിക്കുമ്പോഴാണ് അവരുടെ ജീവിതം പൂർണ്ണമാകുന്നത് എന്നാണ് പണ്ട് തൊട്ടേ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ ആ പൂർണ്ണതയിൽ എത്താതെ അവർ മരിക്കുകയാണെങ്കിൽ അത് അവരുടെ എല്ലാ സൗന്ദര്യം, മറ്റു സ്വഭാവങ്ങൾ, നല്ല സ്വഭാവമായിരിക്കാം, ഇതെല്ലാം കൊണ്ട് ഒരു പ്രയോജനമില്ലാതെ പോകുന്നുണ്ട്. അതുപോലെയാണ് മറ്റുള്ളവർക്ക് ഉപയോഗമില്ലാതെ, മറ്റുള്ളവർക്ക് കൊടുക്കാതെ, താനും അതിനെ ഉപയോഗിക്കാതെ പോകുന്നവന്റെ ആ സമ്പത്ത്. ഓക്കെ, താങ്ക് യു. ഞാൻ പറയാം സാറേ. രമേശ് നായർ പറയുന്നുണ്ട്, ഇല്ലാത്തോർക്കേകാ ധനം കല്യാണമില്ലാതെ മുരടിക്കും പോലെ അതിസുന്ദരിയും അതീവ ഗുണവതിയുമായ കന്യകയെ യഥാകാലം കന്യാദാനം ചെയ്തു കൊടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തത് മൂലം തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് വീട്ടിലിരുന്ന് കന്യകയായി തന്നെ വാർദ്ധക്യം പോകേണ്ടി വരുന്ന അവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. അർഹനായ അർത്തിക്ക് യഥാകാലം ദാനം ചെയ്യാത്ത ലുപ്തിന്റെ സമ്പത്തും ആ വൃത്ത കന്യകയെ പോലെ നിഷ്പ്രയോജനമായി പോകുന്നു. അവിടെയും കുറ്റം ധനത്തിൻ്റെതല്ല, ആദ്യ ഭാഗത്തെ കുറ്റം കന്യകയുടേതല്ലാത്തതുപോലെ. അതാണ് രമേശ് നായർ പറയുന്നത്. ഇല്ലാത്തോർക്കേകാ ധനം കല്യാണം ഇല്ലാതെ മുരടിക്കും പോലെ. ഓവർ. Wealth of one who does not give anything to destitute is similar to the beautiful lady getting old without entering into marital life. ആയിരത്തി എട്ടാമത്തെ കുറൾ. നച്ചപ്പെടാതവൻ സെൽവം നടു ഊരുൾ നച്ചുമരം പഴുത്തറ്റ്. അതായത് ഒരു ആർക്കും കൊടുക്കാത്തവന്റെ കാശ് ആർക്കും പ്രയോജനമില്ലാതിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ആ സമ്പത്ത് എങ്ങനെ ആയിത്തീരും? ഇപ്പോൾ പറഞ്ഞു, ഒരു കന്യകയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ പറയാണ്, ഒരു ഗ്രാമത്ത് അവിടെയുള്ള എല്ലാവരും ഒരു മരത്തിൽ മാങ്ങ പഴുത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും അത് ഇഷ്ടപ്പെടും. ആ മാങ്ങ പറിക്കാനായിട്ട് നമ്മൾ അത് കല്ലെറിയുക, മോഷ്ടിച്ച് കഴിക്കുക, അതെല്ലാം ചെയ്യും. എല്ലാവർക്കും അത് ഇഷ്ടമാണ്. എന്നാൽ അത് ഒരു വിഷക്കായാണെങ്കിൽ നമ്മൾ അത് പറിക്കുമോ? ആ മരത്തിന്റെ അടുത്തുപോലും നമ്മൾ പോവില്ല. കാരണം ആ കാ പറിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ചത്തുപോകുമെന്ന് അറിയുകയാണെങ്കിൽ ഒരൊറ്റ മനുഷ്യർ പോലും അത് തീണ്ടത്തില്ല, തൊടുക പോലും ചെയ്യില്ല. അപ്പൊ അതുപോലെയാണ് ഒരാളുടെ ഇദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞു, ഇയാൾ ആർക്കും കൊടുക്കത്തില്ല, താനും കഴിക്കില്ല, മറ്റുള്ളവർക്ക് ആവശ്യപ്പെടുന്നവർക്കും തന്നെ ഒരു 5 പൈസയുടെ സഹായം പോലും ചെയ്യാത്തൊരു മനുഷ്യനാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ എത്ര കാശുണ്ടെങ്കിലും
അയാളെ കാണുമ്പോൾ ആർക്കും ഒരു പുച്ഛമാണ്. കാരണം ഇദ്ദേഹം ആർക്ക് കൊടുക്കില്ലല്ലോ. അപ്പോൾ അയാൾ ആരും റെസ്പെക്ട് ചെയ്യുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ ഒരു കാശ് എങ്ങനെയായിരിക്കും? ഒരു നച്ചുമരം പഴുത്തറ്റ്, അതായത് നച്ചപ്പെടാതവൻ സെൽവം, അതായത് ആരും ഇഷ്ടപ്പെടാത്ത ഇയാൾ തരില്ല എന്ന് മനസ്സിലാക്കി ഇയാൾ ഒരു കഞ്ചൂസാണ്, ഒരു പിശുക്കനാണ്, അവന്റെ ആ കാശ് ഒരിക്കലും ഉപയോഗപ്രദമല്ല. ഏതുപോലെയാണ് ഒരു ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ ഒരു ഊര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമമാണ്. അതിന്റെ നടുക്ക് ഒരു മരം നിപ്പുണ്ട്. ആ മരം പഴമാണ് അതിൽ കായ്ക്കുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കും, അല്ലെങ്കിൽ അത് വിഷമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. പക്ഷെ ഒരു മാമ്പഴമാണെങ്കിൽ അത് ഒരു പഴം പോലെ അവിടെ കാണത്തില്ല. എന്നാൽ ഈ വിഷമായതുകൊണ്ട് ആരും അത് തിരിഞ്ഞു നോക്കില്ല. അതുപോലെയാണ് ഇദ്ദേഹത്തിന്റെ കാശും അല്ലെങ്കിൽ സമ്പത്തും. അതുകൊണ്ട് അത് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളതാണ് ചുരുക്കം പറയുന്നത്. ഓക്കെ, താങ്ക് യു. രമേശ് നായർ പറയുന്നത് ഞാൻ പറയട്ടെ സാറേ, ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. കുറൾ 1008. നച്ചപ്പെടാതവൻ ചെൽവം നടൂരുൾ നച്ചുമരം പഴുത്തറ്റു. ഗ്രാമത്തിൽ കാഞ്ഞിരം പഴുത്തങ്ങ് നിൽക്കുമ്പോൾ വ്യർത്ഥമായാകുന്നു ഗോപ്യമാം ബോധികൾ. പ്രാപ്യനല്ലാത്തോന്റെ ധനം ഊരിൽ വിഷമരം കായ്ച്ചു പഴുത്തു നിൽക്കുമ്പോൾ. എന്ന് വെച്ചാല് ധനം നേരത്തെ പറഞ്ഞതുപോലെ ദാനം ചെയ്യാനുള്ളതാണ്. ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കുന്ന ധനത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. മാമ്പഴം, മാവിൽ നിറയെ മാമ്പഴം ഉണ്ട്, അത് എല്ലാവർക്കും ഇഷ്ടമാണ്. കല്ലുപറക്കി എറിഞ്ഞാണെങ്കിലും നമ്മൾ തള്ളിയിട്ട് കഴിക്കും. ഇപ്പൊ ഒളിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന ധനവും അങ്ങനെയാണ്. ഐശ്വര്യം, സാധനങ്ങളായാലും അത് ആർക്കും ഉപകാരപ്പെടുന്നതല്ല. ഗ്രാമത്തിൽ കാഞ്ഞിരം പഴുത്തു എന്നാണ് പറയുന്നത്. കാഞ്ഞിരം അല്ലെങ്കിൽ കയ്പുള്ള ഒരു പഴം, കാഞ്ഞിരം പഴുത്തു നിൽക്കുന്നത് പോലെയാണ് ദാനം ചെയ്യാത്തവന്റെ ധനം. കാഞ്ഞിരം പഴുത്താലും മനുഷ്യർക്ക് തിന്നാൻ കൊള്ളുകയില്ല, പറ്റില്ല. കാഞ്ഞിരം കുരു അങ്ങനെ കഴിക്കാൻ പറ്റില്ല. പക്ഷികൾക്ക് തിന്നാനാണെങ്കിലും പറ്റില്ല. എന്തെന്ന് വെച്ചാൽ അതിന്റെ തോട് ഭയങ്കര കട്ടിയുള്ളത് കൊണ്ട് ഒരു പക്ഷിക്ക് തിന്നാനും പറ്റില്ല, യാതൊരു ഫലവുമില്ല. ഇങ്ങനെയാണ് ദാനം ചെയ്യാത്തവന്റെ ധനവും. വൃക്ഷം വിഷമായാൽ പൂത്തു കായ്ച്ചിട്ട് എന്തു ഫലം? പിശുക്ക് കാരണം ആർക്കും കൊടുക്കാൻ ഇഷ്ടപ്പെടാത്ത ധനമോ സമ്പത്ത് ആർക്കും ഗുണം ചെയ്യില്ല. അങ്ങനെയുള്ള ആളിന്റെ, പിശുക്കുള്ളവന്റെ ദാനം സ്വീകരിക്കുന്നതും നന്നല്ല എന്നാണ് പറയുന്നത്. മാരകഫലം സ്വീകരിക്കുന്നത് പോലെയാണ്. കാരണം അയാൾ സന്തോഷത്തോടെ, പിശുക്കൻ ഒരിക്കലും സന്തോഷത്തോട് കൊടുക്കൂല, ശപിച്ചുകൊണ്ടൊക്കെ കൊടുക്കുള്ളൂ. ഇഷ്ടമില്ലാതെ കരഞ്ഞുകൊണ്ട് കൊടുക്കും. ഒരു വക ഒരാളിന് കൊടുക്കുമ്പോ സന്തോഷത്തോടെ, ഒരു സാധനം വാങ്ങുമ്പോഴായാലും സന്തോഷത്തോടുകൂടെ പൈസ കൊടുക്കണമെന്നാണ്. നമ്മളൊരു ഭക്ഷണ സാധനമായാലും ഏത് സാധനം വാങ്ങിക്കുമ്പോഴും നമ്മൾ സന്തോഷത്തോടുകൂടെ ചുറ്റിക്കറങ്ങി ഇരട്ടിയായി തിരിച്ചു വരിക എന്ന് പറഞ്ഞാണ് ഇതിൽ പറയുന്നത്. അതുപോലെ നാം സന്തോഷത്തോടുകൂടെ ഏതും കൊടുക്കുക. നമുക്ക് തിരിച്ചു വാങ്ങിക്കാനുള്ള സാധനമായാലും സന്തോഷത്തോട് കൊടുക്കുമ്പോൾ നമുക്ക് ഫലം ഇരട്ടിക്കും. പക്ഷെ പിശുക്കന്മാരെന്ത് ചെയ്യും? അവരുടെ ആരെങ്കിലും ദാനം ചോദിച്ചാല് അവര് ശപിച്ചുകൊണ്ട് അപ്പൊ അത് ചോദിക്കുന്നതെന്ന് പറഞ്ഞ് കൊടുത്താലും അത് പിശുക്ക് പിന്നെ സന്തോഷത്തോട് കൊടുക്കില്ല. അതുകൊണ്ടാണ് അത് മാരകഫലത്തെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞത്. കരഞ്ഞുകൊണ്ടേ കൊടുക്കും എന്നാണ് ഇവിടെ പറയുന്നത്. 1008. നച്ചപ്പെടാതവൻ ചെൽവം നടൂരുൾ നച്ചുമരം പഴുത്തറ്റു. താങ്ക് യു സാർ. ഒരു കാര്യം പറഞ്ഞോട്ടെ. തിരുവള്ളുവർ തന്നെ വേറൊരു നമ്മൾ നേരത്തെ പഠിച്ചു വന്നതാണ്. ഇവിടെ വിഷമരം അല്ലെങ്കിൽ നച്ചുമരം എന്ന് പറഞ്ഞ പോലെ അവിടെ പറഞ്ഞത് ഒരു ഗ്രാമത്തിന്റെ മധ്യത്തിലുള്ള ഒരു നിറഞ്ഞ സമൃദ്ധിയായിട്ടുള്ള ജലമുള്ള ഒരു കിണറിനാണ് അവിടെ പറയുന്നത്. കുളത്തിനെയാണ് പറയുന്നത്. അത് പറയുന്നുണ്ട്. കുളത്തിനെ പോലെയാണെന്ന് ഇതിന് മുമ്പൊക്കെ Qural 1008. Riches of hate
misers is like poisonous fruits of a tree in the center of a village. குறள் 1009. அன்புரி தற்செற்று அற നോക്കാതെ ஈட்டிய ഒൺപൊരുൾ കൊள்വാർ പിറർ. ഇതും മറ്റുള്ളവർക്ക് കൊടുക്കാത്ത ആ ഒരു സമ്പത്ത് കൊണ്ട് എന്ത് നേട്ടവുമില്ല എന്നുള്ളതാണ് ഈ കുറളിലും പറയുന്നത്. അൻപുരി എന്ന് വെച്ചാല് ഒരാൾക്ക് കൊടുക്കാതെ, മറ്റുള്ളവരുടെ അടുത്ത് സ്നേഹം കാണിക്കാതെ, ആവശ്യപ്പെടുന്നവർക്ക് പോലും കൊടുക്കാതെ, അവരുടെ സ്നേഹം പിടിച്ചു പറ്റാതെ. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോഴാണ്, ഇന്നത്തെ കാലത്ത് ശരിക്കും അത് തന്നെയാണ്, അച്ഛനമ്മമാരാണെങ്കിൽ പോലും മക്കൾക്ക് എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ സ്നേഹം തിരിച്ചു കിട്ടൂ. ആ ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ ഇന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഇതാണെങ്കിൽ നമ്മൾ അതാണ് അൻപൊരി എന്ന് പറയുന്നത്. അൻപെന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. അപ്പോ അത് അങ്ങനെ ഒരു സ്നേഹവും ഇല്ലാത്ത ഒരാളാണെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന ചിന്തയേ വരില്ല. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആവശ്യമില്ല. ഈ അൻപ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് കൊടുത്തു വാങ്ങേണ്ട ഒരു സാധനം അല്ല. ശരിക്കും താനേ വരേണ്ടതാണ്. അത് താനേ വരണമെങ്കിൽ നമ്മുടെ കയ്യിരിപ്പ് നല്ലതാവണം. നമ്മൾ നല്ലത് ചെയ്താൽ മാത്രമേ നമുക്ക് നന്മ തിരിച്ചു കിട്ടൂ. എന്നാൽ ഇദ്ദേഹം അങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാള് തൻ ചെറ്റ് വറിയാർക്ക് ഈതൽ മുതലിയ അർത്ഥം, അതായത് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഇല്ലാതെ ഏത് വഴി എങ്ങനെ വേണമെങ്കിലും കാശ് സമ്പാദിച്ചു വെക്കുക. അറ നോക്കാതെ ഈട്ടിയ, തർച്ചെറ്റ് അറ നോക്കാതെ എന്ന് വെച്ചാല് ഏത് വഴി കൂടി സമ്പാദിക്കണം. ചിലരാണെങ്കിൽ എങ്ങനെയെങ്കിലും സമ്പാദിക്കാം, അത് ഏത് വഴിയിലൂടെ ആയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ചിലർ അങ്ങനെയല്ല, ഞാൻ ഇന്ന വഴി കൂടി മാത്രമേ ഞാൻ സഞ്ചരിക്കൂ, നേർ വഴി കൂടി മാത്രമേ ഞാൻ പണം സമ്പാദിക്കൂ, എൻ്റെ കുട്ടികൾക്ക് നന്മ വരണം, അതുകൊണ്ട് ഞാൻ ഈ നേർമയായിട്ട് മാത്രമേ ജീവിക്കൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഈ വ്യക്തികളാണെങ്കിൽ ഉണ്ണാതെയും ഉടുക്കാതെയും ഏത് വഴി കൂടി വേണമെങ്കിലും പണം സമ്പാദിക്കാം എന്ന് സമ്പാദിച്ച് പണം സമ്പാദിക്കുക എന്നുള്ള ഒറ്റ ചിന്താഗതി മാത്രമേ കാണൂ. അങ്ങനെയുള്ളവർ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഈട്ടിയ ഒൺപൊരുൾ കൊൾവാർ പിറർ, ആർക്കും തന്നെ ഈ കാശ് അവർക്കും ഉപയോഗപ്പെടില്ല. അവസാനം മറ്റുള്ളവർക്ക് ഇവരുമായി യാതൊരു കണക്ഷനും ഇല്ലാത്തവരായിരിക്കും ആ കാശ് കൊണ്ടുപോവുക. ഇപ്പൊ നമുക്കറിയാം, പലരും സ്വന്തം മക്കൾക്ക് പോലും കൊടുക്കാതെ ഈ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചേക്കും. നോമിനി ആരെയും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവസാനം അത് ബാങ്ക് കൊണ്ടുപോവേ ഉള്ളൂ. ഇത് എന്താണ്, ആർക്ക് കൊടുത്തു, എങ്ങനെ കൊടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പോലും പറയാതെ ആയിരിക്കും പലരും മരിക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ അത് വേറെ ആരോ അത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോ ഇതുപോലെയാണ് ആവശ്യത്തിന് പണം ചെലവാക്കാതെ പിടിച്ച് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. അത് ആരും, ഇയാളും ഇയാളുടെ മക്കളും ആർക്കും ഉപയോഗമില്ലാതെ വെറുതെ പോവും. അത് ആരുടെയും, ഇദ്ദേഹത്തിന് ഒരു കണക്ഷനും ഇല്ലാത്ത ആർക്കെങ്കിലും ആയിരിക്കും ആ കാശ് പോയി ചേരുക. ഓക്കെ, താങ്ക് യു. ശ്രീ മരുവൻ പറയുന്നു. ഞാൻ പറയാം സാറേ. Yes. കുറൾ 1009. അൻപൊരീതർ ചെറ്റു അറന്നോക്കാതു ഈട്ടിയ ഒൺപൊരുൾ കൊൾവാർ പിറർ. അൻപറ്റു ലോഹിച്ച ധർമ്മം ചെയ്തുണ്ടാക്കുമ്പൻ സമ്പത്ത് അന്യർക്കേ ചേരൂ. ധർമ്മം സ്മരിക്കാതെ ചുറ്റാരെ താങ്ങാതെ കുന്നിക്കുമ്പർ വൻ ധനം അന്യർക്കു ചെന്നിടും. ഞാൻ ധർമ്മമാർഗത്തിൽ നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന ധനം ആണ് നിലനിൽക്കുന്നത്. ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവര് ചിലർ ഞാൻ നല്ല രീതിയിൽ മാത്രം പണം സമ്പാദിക്കുകയുള്ളൂ, ദുർമാർഗത്തിൽ പണം സമ്പാദിക്കുകയില്ല എന്ന് ചിന്തിക്കും. അല്ലാത്തവരാണെങ്കിലോ ഏത് മാർഗത്തിലും പണം ഉണ്ടാക്കണം, എനിക്ക് പണം ഉണ്ടാക്കിയാൽ മാത്രമേ. അപ്പൊ നാം നന്മയിൽ കൂടെ പണം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നന്മ ഉണ്ടാകും, തിന്മ ചെയ്തവർക്ക് തിന്മ കിട്ടും. അതുകൊണ്ട് ഒരുത്തൻ നേടിയ പണം അയാളുടെ നാശത്തിനും തന്മൂലം മറ്റുള്ളവരുടെ ചൂഷണത്തിനും വിധേയനാകും.
എന്ന് വെച്ചാൽ നാം ദുർമാർഗത്തിൽ പണം ഉണ്ടാക്കിയാൽ നമുക്കും കിട്ടൂല, മറ്റുള്ളവർക്കും അത് ലഭിക്കുകയില്ല. അത് അർഹത മറ്റു വല്ലൊരു നമ്മുടെ പരമ്പരയ്ക്ക്, നമ്മുടെ പിൻഗാമികൾക്ക് പോലും അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവാതെ വേറെ എവിടെയെങ്കിലും അത് പോകും. നിസ്സഹായരായ ദയനീയാവസ്ഥയിൽ കഴിയുന്ന ബന്ധുജനങ്ങളുണ്ട്, അവർക്ക് നാം ദാനം ചെയ്യുക, അവർക്കും സഹായിക്കില്ല. ഇത് താനും താന് ഒരു ചൊല്ലുണ്ട്, താനും തിന്നില്ല തറയിലും കളയില്ല എന്ന് പറയും മലയാളത്തിൽ. അതുപോലെ അങ്ങനെ അയാൾ ധനം ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കും, ചെലവാക്കില്ല. പിശുക്കന്മാരെങ്ങനെയാണ്, ഒന്നും ചെലവാക്കില്ല. ഈ എത്ര കിട്ടിയാലും ഇങ്ങനെ ഒന്നിനു മുതലേ ഒന്നായി കൂട്ടി വെക്കും. എടുക്കുമ്പോ ധനം അതിൽ നിന്ന് എടുക്കുമ്പോ ഒരു അസ്വസ്ഥതയാണ് അവർക്ക്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, ചെലവാക്കൂല. അങ്ങനെ വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ച സമ്പത്ത് നമ്മൾക്ക് അനുഭവിക്കാനോ നമ്മുടെ പിന്മുറയ്ക്ക് അനുഭവിക്കാനോ പറ്റുകയില്ല. അത് വേറെ, അങ്ങനെയാണ് തിരുക്കുറൾ പറയുന്നത്. അതുകൊണ്ട് നാം നല്ല മാർഗത്തിൽ പണം ഉണ്ടാക്കി നല്ല രീതിയിൽ ചിലവാക്കുക. ഇപ്പൊ നമുക്ക് നല്ലതുണ്ടാകും, അല്ലെങ്കിൽ ആ പണം മറ്റുള്ളവരുടെ ചൂഷണത്തിന് വിധേയമായി തീരും. 1009 അൻപുവരീത്തർ ചെറ്റു അறம் നോക്കാത് ഈട്ടിയ പൊരുൾ കൊள்വാർ പിറർ. ഓവറോൾ 1009. താങ്ക് യു സർ. Quarrel 1009. Wealth gathered in evil means, without love and not enjoying oneself, will send stolen by others. ഈ അധികാരത്തിലെ ഏറ്റവും അവസാനത്തെ കുറളാണ് 1010 കുറൾ. ചീരുടെ ചെൽവർ ചിറു തുണി മാരി വറം കൂർന്നണയത് ഉടൈത്ത്. അതായത് അവസാനത്തെ കുറളിലാണ് പറയുന്നത് ഈ സമ്പത്ത് കൊണ്ട് എന്താണ് പ്രയോജനമെന്ന്. ഈ ചീരുടെ ചെൽവർ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യർ, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ സമ്പത്തിനെ ഉപയോഗപ്രദമായ രീതിയിൽ ചെലവാക്കുന്ന, അല്ലെങ്കിൽ ആർക്കാണോ അർഹതപ്പെടുന്നവർ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരും കൊടുക്കുന്നവരുമായ നല്ല ആൾക്കാർ, അവരുടെ കയ്യിലുള്ള ആ സമ്പത്ത് ചിറു തുണി കുറച്ച് കുറയുകയാണെങ്കിൽ, അവർക്ക് ഏതോ ഒരു അവസ്ഥയിൽ അവരുടെ സമ്പത്ത് കുറഞ്ഞു പോവുകയാണെങ്കിൽ അതിനെ ഏതുമായിട്ടാണ് ഉപമിക്കുന്നത്? ചെറുതുണി എന്ന് പറഞ്ഞാൽ കുറച്ച് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അവർക്കെന്തോ ഒരു കഷ്ടത വന്നു, അതിനെ ഉപമിക്കുകയാണ്. മാരി വറം കൂർന്നണയത് ഉടൈത്ത്. മാരി എന്ന് പറഞ്ഞാൽ മഴമേഘങ്ങൾ, അത് വരണ്ടു പോയതുപോലെയാണ്. മേഘങ്ങൾ വരൾച്ചി വന്നാലും തിരിച്ച് ഈ മഴമേഘം കൂടി വരും. ഒരു വരൾച്ചയ്ക്ക് ശേഷം മഴ പെയ്യുമ്പോൾ അത് ആർത്തു പെയ്യും, ഉറപ്പാണ്. എന്നാൽ മേഘം ഒരിക്കലും വരണ്ട് അങ്ങനെ തന്നെ നിന്നു പോകത്തില്ല. അതുപോലെയാണ് ഈ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നവർക്ക് ഒരു കഷ്ടത അല്ലെങ്കിൽ അവരുടെ സമ്പത്തിൽ ഇച്ചിരി കുറവ് വന്നെങ്കിലും ഉറപ്പായി അവർ തിരിച്ചു വരും. അതിനേക്കാൾ ഉപരി അവരുടെ കയ്യിൽ കാശ് സമ്പത്ത് വന്നു ചേരും എന്നുള്ളതിൽ സംശയമില്ല. കാരണം അവർ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. ചിലപ്പോ കൊടുക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തായിരിക്കാം അവർക്ക് ചിലപ്പോൾ കുറവ് വന്നത് എന്ന് വെച്ച് അവരിൽ ഇല്ലാതാവില്ല. നമുക്ക് ഹരിചന്ദ്രന്റെ കാര്യം തന്നെ എടുത്താൽ മനസ്സിലാവും. എല്ലാം കൊടുത്ത് അങ്ങേയറ്റം പോയി, സ്വന്തം ഭാര്യയെ വിറ്റു, മകനെ വിറ്റു, എല്ലാം കഴിഞ്ഞു, പക്ഷെ തിരിച്ചു കിട്ടിയില്ലേ എല്ലാം. അതുപോലെയാണ് എല്ലാം ഇങ്ങനെ പോയാലും ഉറപ്പായിട്ട് അവർക്ക് എന്ത് സംഭവിക്കും? തിരിച്ചു വരാൻ കഴിയും. കാരണം അവരുടെ ആ നല്ല മനസ്സും മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഏതുപോലെയാണ്? ഒരു വരൾച്ച കൊണ്ട് നിന്ന് മഴമേഘം വരണ്ടു പോയതുപോലെ ചിലപ്പോൾ നമുക്ക് 4 ദിവസം കറുത്ത് വരും, പെയ്യില്ല. പക്ഷെ 4-5 ദിവസം കഴിയുമ്പോൾ മഴ പെയ്യില്ലേ? ആ ഒരു അവസ്ഥയാണ്. കാരണം അവർക്ക് വരൾച്ച എന്ന് പറയുന്നത് നീടിച്ചു നിൽക്കില്ല ആർക്ക്? ഈ മഴമേഘങ്ങൾക്ക്. അതുപോലെയാണ് ഇവർക്കും ആ ഒരു ദാരിദ്ര്യം അല്ലെങ്കിൽ അവരുടെ സമ്പത്തിൽ ഇച്ചിരി വന്ന കുറവ്, ഈ കഷ്ടത എല്ലാം മാറും. എന്തുകൊണ്ടാണ്? അവരുടെ നല്ല സ്വഭാവം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തണം. നമ്മുടെ കയ്യിലുള്ള കാശ് ആർക്കാണ് ആവശ്യം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ
ഈ സെക്ഷനിലെ ഏറ്റവും അവസാനത്തെ കുറൽ 1010. ചീരുടை செல்வர் ചെറുതുനി മാരി വറങ്കൂർ ഇന്ധനൈ തുടൈത്തു. ഉത്തമ ധനികർക്ക് വറുതിയൊരൽപ്പനാൾ കൃഷ്ണമുകൾ വളരുന്ന പോലെ മനുഷ്യ സ്നേഹികൾക്ക് ചെറിയ പണനഷ്ടം വരുമ്പോൾ സംഭവിക്കുമ്പോൾ മഴമേഘങ്ങൾ ഉണങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പുകഴേന്തുന്ന സമ്പന്നൻ നേരിടും കാലവൈകൃതം ലോകരക്ഷകപർ ജന്യക്ഷാമത്തിന് സമാനമാം. ഇതുവരെ പറഞ്ഞതൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് വെച്ചാൽ, സമ്പത്ത് വല്ലാതെ കൂട്ടിവെക്കുന്നത് ഒരു രോഗമാണ്. അർഹതയുള്ളവർക്ക് അത് നൽകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഓർക്കണം, ആ നോട്ടുകെട്ടുകൾക്ക് സ്വയം സേവിക്കാനും സാധിക്കില്ല. ഔദാര്യമില്ലാത്തവരുടെ ധനം അവിവാഹിതയും കന്യകയുമായ യുവതി നരച്ച, അതുപോലെയുള്ള യുവതി നരച്ച മുടിയുള്ള ആളിന്റെ രൂപം കൈവരിക്കുന്ന പോലെയാണ്. യകാല നര എന്നൊക്കെ പറയുമല്ലോ. അഗതികളെ സഹായിക്കാൻ ഉപയോഗിക്കാത്ത സമ്പത്താണിത്. ആരെയും സ്നേഹിക്കാത്ത ഒരാളുടെ സമ്പത്ത് ഒരു പട്ടണത്തിന്റെ നടുവിലുള്ള ഉഗ്രവിഷമുള്ള ബലവൃക്ഷം പോലെയാണ്. സംഗതിയൊക്കെ പഴം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ തിന്നാൽ പ്രശ്നമാണ്. സ്നേഹമില്ലാതെ സ്വയം അനീതിയെ നിഷേധിക്കാതെ ഒരു മടിയും കൂടാതെ നേടിയ സമ്പത്ത് ആരെങ്കിലുമൊക്കെ പിടിച്ചെടുക്കും. പ്രശസ്തരായ സമ്പന്നർ നാട്ടിലുള്ളപ്പോൾ കുറെ പേർ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നത് അവർ ഔദാര്യം നഷ്ടപ്പെട്ട മഴ പെയ്യാത്ത കാർമേഘം പോലെയാണ്. തീർച്ചയായിട്ടും ഈ കാലയളവിൽ കുറേയധികം മനുഷ്യർ അതിസമ്പന്നരാണ്, ചിലർ സമ്പന്നരാണ്, ചില ആളുകൾ വളരെ ദരിദ്രരാണ്, അതിദരിദ്രരാണ്. ദാരിദ്ര്യമില്ലാത്ത, അതിദാരിദ്ര്യരില്ലാത്ത രാജ്യമാണ് കേരളം എന്നൊക്കെ പറയും. പക്ഷെ ഇവിടുത്തെ ദാരിദ്ര്യത്തിന് പണ്ട് പറയുന്ന ആഫ്രിക്കയിലെ എല്ലുന്തിയ നെഞ്ചു തള്ളിയ മനുഷ്യരെ വിവരിക്കുന്നത് പോലെയല്ല. അല്ലെങ്കിൽ വീടില്ലാത്ത വഴിയിൽ കിടന്നുറങ്ങുന്ന അവരെയൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അത്തരം ആളുകളെയൊക്കെ കാണുമ്പോൾ തന്നെ പിടികിട്ടും. എന്നാൽ ഇവിടെയുള്ള ദരിദ്രരെ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല. കാരണം ഇവിടെയുള്ളവർ കുറെ അഭിമാനികളാണ്. കാടിയായാലും മൂടിക്കുടിക്കണം, വീട്ടിൽ പട്ടിണിയാണെങ്കിലും പുറത്താരും അറിയിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ചിന്തയുടെ ഉടമകളാണ്. ഇവിടെ ഔദാര്യം വേണം. ചില രാജ്യങ്ങൾ ഭക്ഷണ വസ്തുക്കൾ കടലിൽ കെട്ടിത്താഴ്ത്തുമ്പോൾ ഭക്ഷണം കഴിക്കാത്ത വേറെ ചില രാജ്യങ്ങൾ. ഇന്നലെ വെനിസ്വലയിൽ വലിയ ഭൂകമ്പത്തെ കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടപ്പോഴാണ് എത്രയോ ദരിദ്രരായ മനുഷ്യർ അവിടെയുണ്ട്. കേരളത്തിലുണ്ട്. ഇവിടെയാണല്ലോ മധുവിനെയൊക്കെ തല്ലിക്കൊന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ശ്രദ്ധ ഇതിൽ വരട്ടെ.
കിട്ടിയാലും കിട്ടിയാലും പോരെന്ന് ചിന്തിക്കുന്ന ഒരു യുഗം ശരിയല്ല. നമുക്ക് നമ്മളെയും ഒരു ആത്മശോധനയ്ക്ക് വിഷയമാക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും നന്മയുണ്ടാക്കട്ടെ, നല്ല ബോധമുണ്ടാക്കട്ടെ. ഇന്നത്തെ ഈ സെഷനിൽ പങ്കുചേർന്ന സാബു സാർ, നയനാർ സാർ, ശാന്തി മാം, ഓമന ടീച്ചർ, ശ്രീകുമാരി മാം, ജോർജ് സാർ, ഇതിൽ പങ്കാളികളായി ചേർന്ന മറ്റെല്ലാവരെയും സ്നേഹത്തോടെ സ്മരിച്ചുകൊണ്ട് ഈ 101 പുതിയ ഒരു ഓട്ടം തുടങ്ങുമ്പോൾ അതിൻ്റെ 1ാമത്തെ ചാപ്റ്ററിൽ വന്നിരിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി. താങ്ക് യു വെരി മച്ച്. Thank you. See you. It is the state of rain clouds going right up that arise when even small loss of money occur to philanthropists. Quran 1010. When a truly generous philanthropist loses even a small amount of wealth, it is like a rain cloud running completely dry. They grieve only because they can no longer pour their blessings upon others. We can see a story from Upanishad for this Quran. Saga Dadiji's ultimate sacrifice. In ancient times, a terrible demon named Vritra terrorized the universe and stole all the world's water. The gods learned that the demon could only be defeated by a weapon made from the bones of a truly pure and selfless person. They approached Dadiji, a great philanthropist of spiritual wisdom who lived a simple life in the forest. Sage Dadiji did not hesitate for a single moment. He knew that his body was temporary, but the welfare of the world was eternal. Like a rain cloud that happily empties itself completely to give life to the dry earth, Dadiji willingly gave up his life so the gods could use his bones to create the divine weapon. He did not feel any sense of loss. His only desire was to serve. That weapon is called Vajrayudha. This story beautifully illustrates that true givers do not worry about losing their own wealth or life, because their entire purpose is to bring relief and happiness to others. Tirukural serves as a timeless guide, showing us how to live a life of true meaning and purpose. In chapter 101, Futile Wealth, Tiruvalluvar powerfully reminds us that money is not an end in itself. Wealth is meant to be a tool for goodness, charity, and uplifting the lives of those around us. Hoarding riches out of greed turns a blessing into a heavy burden for the individual and the earth. True prosperity is measured not by what we lock away in chests, but by what we generously share with the world. A small poem. The hands that hoard are hands that fail in shadows that their greed has made.
but hands that give are like the rain that heal the earth and soothe the pain. For wealth unshared is wealth in vain, a heavy bond, a useless chain. Live not to count the gold you keep, but sow the love that words will reap. First of all, I express my heartfelt gratitude to Sabu sir for providing this wonderful platform to share these valuable thoughts. I am deeply thankful to Nayanar sir for his brilliant guidance and direction, and to our Shanti professor for her constant support. A very special and respectful mention goes to Joshi sir and Joshi sir, Srikumari ma'am, George sir. Also, finally, a warm thank you to all the wonderful viewers for your time, your patience, listening, and your valuable presence here today. Thank you all. Thank എല്ലാവർക്കും you. നമസ്കാരം. ഒരിക്കൽ കൂടി ഇന്ന് മാറ്റ് ഫ്രീ വെബിനാർ 1910 വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അടുത്ത അധികാരം 102, നാണുടമൈ തമിഴ് പറയുന്നത്. അത് നാണിക്കേണ്ട ചില പ്രവർത്തനം ചെയ്യുന്നത് പെടുന്നതാണെങ്കിൽ നാണിക്കുകയും ചെയ്യാതിരിക്കുകയാണ് നല്ലത് എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ ഷൈനസ് എന്ന് പറയുന്നുണ്ട്. ഉയർന്ന അവസ്ഥയിൽ ജീവിക്കുന്നവർ തങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത കാര്യങ്ങൾ ചെയ്യാൻ നാണിക്കുന്നവരായിരിക്കണം. നാണവും മാനവും ഉള്ള അവർ മറ്റുള്ളവർക്ക് മാതൃകയാവാനേ ശ്രമിക്കും. അടുത്ത ആഴ്ചയിലെ നാണുടമയായിട്ട് വരാം. സാർ പറഞ്ഞോളൂ. ഓക്കെ സാർ, താങ്ക് യു. ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാം. താങ്ക് യു ശാന്തി മാം. സാറേ, ഞാൻ ആ പറയട്ടെ സാർ. പറയൂ. ഇന്ന് ഖുർആൻ അവതരിപ്പിച്ച ഡോക്ടർ ശാന്തി മാഡത്തിനും മോഹിന്ദർ സാറിനും സാബു സാറിനും എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഖുർആനിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. സമ്പത്ത് കൂട്ടി വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് നമ്മൾ വേണ്ട രീതിയിൽ നമുക്ക് വേണ്ടി ഉപയോഗിക്കണം. അതുപോലെ തന്നെ അത് അർഹിക്കുന്നവർക്ക് കൊടുക്കുകയും വേണം. ഇല്ലെങ്കിൽ ആ സമ്പത്ത് നശിച്ചു പോവുകയുള്ളൂ. അതുപോലെ ദാനം എപ്പോഴും പൂർണ്ണ മനസ്സോടെയും സന്തോഷത്തോടെയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പിശുക്കന്റെ ദാനം ഒരിക്കലും സ്വീകരിക്കുന്നത് നല്ലതല്ല. കാരണം ഒരു പിശുക്കൻ സന്തോഷത്തോടെ ആയിരിക്കില്ല എന്തെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. പിന്നെ സുമനസ്സുകൾ ദാനം ചെയ്തത് കൊണ്ടോ അർഹിക്കുന്ന മറ്റുള്ളവരെ സഹായിച്ചത് കൊണ്ടോ അവരുടെ സമ്പത്തിൽ കുറവ് വന്നാലും അത് താൽക്കാലികമാണ്. കാലക്രമേണ അതിന്റെ 10 മടങ്ങ് അവരിലേക്ക് തിരിച്ചു വരും. ഇതെല്ലാം തന്നെ ഉദാഹരണ സഹിതം വ്യക്തമായി മാഡം പറഞ്ഞു. നന്ദി ശാന്തി മാഡം, മോഹൻദാർ സാർ, സാബു സാർ, എല്ലാവർക്കും നന്ദി. ഓക്കെ സാർ. ഓക്കെ മാം, താങ്ക് യു. വേറെ ആർക്കെങ്കിലും? ജോർജ് സാർ, ശ്രീകുമാരി മാം, ആർക്കെങ്കിലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ ദിവസം നമ്മൾ ടിയുടെ ദിവസമാണ്. ടിയുടെ ഒരു പുതിയ ടോപ്പിക്കാണ് എനർജി. നമ്മുടെ ശരീരത്തിലുള്ള ഈഗോ സ്റ്റേറ്റിൻ്റെ എനർജി എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നാളെ. സോ അപ്പോൾ ഓക്കെ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഓക്കെ.